ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിമ ഡയറീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഞാനിത് ഓവനിലൊന്നും അല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, നമ്മുടെ വീട്ടിലുള്ള സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ്. വെറും 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. മാത്രമല്ല ഞാനൊരൊറ്റ മാവ് കൊണ്ടാണ് ഇത്രയും ബിസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 100 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഏകദേശം അര കപ്പ് ഉണ്ടാകുന്നത്. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ഉപയോഗിച്ചാലും മതി. നെയ്യ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് മെൽറ്റായി നെയ്യ് ഉപയോഗിക്കരുത്, കുറച്ചൊരു തിക്കുള്ള നെയ്യ് ഉപയോഗിക്കാം. എന്നിട്ട് അതും നെയ്യാണെങ്കിലും അര കപ്പ് എടുക്കുക. അതൊരു ബൗളിൽ എടുത്തിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ക്രീമി ടൈപ്പ് ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബിസ്ക്കറ്റ് ആണ സമയത്ത് ബട്ടറാണ് ഏറ്റവും ടേസ്റ്റ്. നെയ്യാകുമ്പോൾ നെയ്യിൻ്റെ ഒരു കുത്തലുണ്ടാകും. നല്ല ക്രീമി ടൈപ്പ് ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 5 ടേബിൾ സ്പൂൺ ഷുഗർ പൊടിച്ചെടുത്തതാണ്. പൊടിക്കുന്നതിന് മുമ്പത്തെ അളവാണ് 5 ടേബിൾ സ്പൂണ്. പൊടിച്ചതിന് ശേഷം കുറച്ചുകൂടി ക്വാണ്ടിറ്റി ഉണ്ടാകും. അപ്പോൾ ഞാനിവിടെ 1.25 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ ഷുഗർ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് നമുക്ക് ഈ ബട്ടറിലേക്ക് ആഡ് ചെയ്തിട്ട് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി പോകരുത്. ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്തിട്ടുള്ള മൈദ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബട്ടറിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുറച്ച് കാഷ്യൂ നട്ട്സ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് കഴിക്കുന്ന സമയത്ത് വെറുതെ കടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷനിലാണ്, ഒരു നിർബന്ധമില്ല. ഇനി കാഷ്യൂ നട്ട്സ് അല്ലെങ്കിൽ നമുക്ക് ആൽമണ്ട്സ് ആയാലും പിസ്താഷ്യോ ആയാലൊക്കെ കഴിക്കാൻ ടേസ്റ്റാണ്. ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വെറുതെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തു എന്നുള്ളൂ. ഇത് തിളപ്പിച്ചാറ്റിയിട്ടുള്ള പാലാണ്. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്തും ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന സമയത്തും ഒന്നും നല്ല തണുത്തതായിട്ട് യൂസ് ചെയ്യരുത്. എന്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മുമ്പ് തന്നെ പുറത്തെടുത്ത് വെക്കണം, അല്ലെങ്കിൽ നമുക്കൊന്നും പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് കുഴച്ചിട്ടൊരു ഡോ ആക്കിയെടുക്കണം. ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് 2 പോർഷൻ ആക്കിയെടുക്കണം. ഒരു പോർഷനിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് ചോക്ലേറ്റിൻ്റെ കൂട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കൊക്കോ പൗഡർ എല്ലാവരുടെയും ഈ ഒരു അളവായി കിട്ടണമെന്നില്ല. ചില കൊക്കോ പൗഡർ ഭയങ്കര കയ്പ്പായിരിക്കും. അത് കാരണം 1 ടീസ്പൂണൊക്കെ ചിലപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാക്കും. ഞാൻ ഉപയോഗിക്കുന്ന കൊക്കോ പൗഡർ അത്ര കയ്പ്പില്ലാത്തതുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ തന്നെ വേണം. പിന്നെ ചിലത് നല്ല കളറും ഉണ്ടാകും, അപ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. ഇതിന് കുറച്ച് കളറ് കുറവാണ്. അപ്പോൾ നിങ്ങളുടെ കൊക്കോ പൗഡർ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കയ്പ്പ് രസം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 3/4 ടേബിൾ സ്പൂൺ കൂടെ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം കൊക്കോ പൗഡർ ആഡ് ചെയ്തുകൊണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. ശേഷം നന്നായിട്ട് കുഴച്ചെടുത്തൊരു ഡോ പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ പോർഷൻസ് എടുത്തിട്ട് ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഈ വൈറ്റ് കളറുള്ള മാവിന്ന് എടുക്കുകയാണ്. ഇതുപോലെ ഒരു ചെറിയ ബോളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു മിക്സിൽ നിന്നും അതുപോലെ ഒരു ബോളാക്കി എടുക്കുകയാണ്. ഇപ്പം ഞാൻ റെഡിയാക്കുന്നത് മാർബിൾ ബിസ്ക്കറ്റാണ്. അപ്പം ഇങ്ങനെ ഓരോന്നും 2 കളർ വീതം എടുത്തിട്ടുണ്ട്. നമുക്കിതേടെ കലർത്തി ഇങ്ങനെ വെക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക, വീഡിയോയിൽ കാണുന്ന പോലെ.
4 ബോൾസ് ഇങ്ങനെ ചേർത്ത് വെക്കുന്ന കാരണം ഇടയിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടാകും. അപ്പോൾ അത് നന്നായിട്ട് വിരൽ വെച്ച് പ്രസ് ചെയ്ത് സെറ്റാക്കി എടുക്കുക. അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് വിണ്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോകും. ലാസ്റ്റ് ജസ്റ്റ് വിരൽ വെച്ചിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാർബിൾ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ റെഡിയാക്കുന്നത് ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ്. അപ്പം നമുക്ക് ഈ ചോക്ലേറ്റ് ഡോയിൽ നിന്ന് കുറച്ചധികം, അതായത് കുറച്ച് വലിയൊരു ഭാഗം എടുത്തിട്ട് ബോൾസാക്കി എടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടിയിട്ട് ബിസ്ക്കറ്റ് ഷേപ്പിൽ പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി കാഷ്യൂ നട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട് വെച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്യരുത്, ജസ്റ്റ് ഒന്നിങ്ങനെ സെറ്റ് ചെയ്തൊക്കെ വെച്ചെടുത്താൽ മതി. ഞാൻ റെഡിയാക്കുന്നത് വാനില ഫ്ലേവറുള്ള ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കുറച്ച് വലിയ പോർഷൻ എടുത്തിട്ട് നേരത്തെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ ചെയ്തെടുക്കുന്നത് മാർബിൾ ബിസ്ക്കറ്റ് തന്നെയാണ്. നേരത്തെ നമ്മൾ 2 ബോൾസ് വീതമായിട്ടുള്ള മാർബിൾ ബിസ്ക്കറ്റാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ 3 ബോൾസ്, അതായത് ഓരോ ഡോയിൽ നിന്നും 3 വീതം എടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് കൈ വെച്ചിട്ട് നല്ല രീതിയിൽ പരത്തിയെടുക്കുക. പിന്നെ ഞാൻ ചെയ്യുന്നത് മാർബിൾ ബിസ്ക്കറ്റ് തന്നെയാണ്. ഓരോന്ന് വീതം എടുത്തിട്ടുള്ള ഡിസൈനിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് മൈദ ചേർത്തിട്ടുള്ള ഈ ഒരു ഡോയിൽ നിന്ന് ഞാൻ ഇത്രയും ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ സ്റ്റൗവിലാണ് ഞാനിത് റെഡിയാക്കുന്നത് നേരത്തെ പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാനൊരു പഴയൊരു ദോശച്ചട്ടി താഴെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും തട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചാലും മതി. അപ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു പിടിയുള്ളൊരു പാനിലാണ് ഞാൻ ബിസ്ക്കറ്റ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ പാനില്ലെങ്കിൽ കുഴിയുള്ള പാനായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതിൽ ഞാൻ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബട്ടർ തന്നെ വേണമെന്നില്ല, നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്താലും മതി. പാനൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കണം. ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ. കാരണം ബിസ്ക്കറ്റ് കുക്കാകുമ്പോൾ കുറച്ച് സൈസ് കൂടും, ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്ത കാരണം. അപ്പോൾ അത് കാരണം തമ്മിൽ ഒട്ടി പോകാതിരിക്കാൻ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു അടപ്പിൻ്റെ സൈഡിലുള്ളൊരു ഹോള് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പേപ്പർ എന്തെങ്കിലും ചുരുട്ടി വെച്ചാലും മതി, എയർ പുറത്ത് പോയിരിക്കാനാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അടപ്പിൽ കുറച്ച് വാട്ടർ പേപ്പറിൻ്റെ ഇത് കാണും. അപ്പോൾ അത് നമുക്ക് തുടച്ചിട്ട് പെട്ടെന്ന് തന്നെ അടച്ച് വെക്കാം. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഭയങ്കര ലോയും അല്ല, ഒരു മീഡിയം ടൈപ്പ് ഫ്ലെയിമിൽ നിന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ കറക്റ്റ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബിസ്ക്കറ്റ് ഇപ്പോൾ തൊട്ട് നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് തണുത്ത് വരുമ്പോഴാണ് ഹാർഡായിട്ട് കിട്ടുക. ഇനി അടുത്തതും കൂടെ ഞാൻ കുറച്ചും കൂടെ ബാക്കിയുണ്ട്, അതും കൂടെ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്, നല്ല രീതിയിൽ തണുത്തിട്ടുമുണ്ട്. അപ്പോൾ ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ അടിഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, കറക്റ്റ് ഒരു പാകത്തിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ബിസ്ക്കറ്റാണ്. ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുമാത്രമല്ല, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്. അസ്സലാമു അലൈക്കും.